കൊച്ചിയിലും മഴ തുടരുന്നു. നിതിൻ അംബുജന്റെ റിപ്പോർട്ട്. ഇടപ്പള്ളി കാക്കനാട് റോഡിനോട് ചേർന്നുള്ള ചെമ്പുമുക്ക് അട്ടിപ്പറ്റ ഈ റോഡാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇടപ്പള്ളി തോടിനോട് ചേർന്നുള്ള റോഡാണ് രാവിലെ ഏതാണ്ട് 5 മണിയോട് തന്നെ ഇടിഞ്ഞു താഴ്ന്നത്. ഇപ്പോൾ ഏതാണ്ട് 8 അടിയോളം ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ആളുകൾ നിരന്തരമായി ഉപയോഗിക്കുന്ന വഴിയാണ്. കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിന്റെ സമയത്ത് ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഇടപ്പള്ളിയിലേക്ക് ആളുകൾ വേഗത്തിൽ എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡാണ്. കൂടാതെ അസീസിയ സ്കൂൾ, അതോടൊപ്പം തന്നെ ഏതാണ്ട് 250ഓളം വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡ് ഇന്ന് രാവിലെ 5 മണിയോട് തന്നെ ഈ നിലയിലേക്ക് ഇടിഞ്ഞു താഴുകയായിരുന്നു. ഒരുപക്ഷെ അത് 8 മണിയോടോ അല്ലെങ്കിൽ 9 മണിയോടോ ആണെങ്കിൽ വലിയ അപകടത്തിലേക്ക് നയിച്ചേനെ. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. 2 വർഷത്തോളം തകർന്ന റോഡാണ്. 2 മാസം മുൻപാണ് ഈ റോഡ് സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടി ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാക്കിയത്. ഈ തോട് ശുചീകരണ ഘട്ടത്തിൽ ഈ റോഡ് നിർമ്മാണ വേളയിൽ മണ്ണ് കൂടുതലായി എടുത്തു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ കൗൺസിലറും പറഞ്ഞൊരു കാര്യം. അതേസമയം തന്നെ ഈ റോഡ് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ നിർമ്മാണത്തിന് മറ്റ് അപാകതകളൊന്നും ഇല്ല എന്നും ഇപ്പോൾ പ്രദേശവാസികളും കൂടാതെ കൗൺസിലറും വ്യക്തമാക്കുന്നു. എന്നുവെച്ചാൽ ഇത് പണിയുടെ അപാകതയെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി JCB വന്നിരുന്നു. അന്ന് ഇതിൻ്റെ അടികൂടികളുള്ള ചെളികളൊക്കെ വടിച്ചു മാറി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വെള്ളം ഇറങ്ങി മറിഞ്ഞതാണിത്. പണിയുടെ അപാകതയാണെങ്കിൽ ഇത് പണിതേക്കണം മറിഞ്ഞു പോകും. കൂടുതൽ മണ്ണുകൾ അവർ ഉപയോഗിച്ചിരുന്നു. എന്ന് വെച്ചാൽ പാവൽ മാറ്റാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ അവർ ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ എല്ലാം ഇളക്കിയിട്ട് അങ്ങോട്ട് പോകും. അവരുടെ എളുപ്പത്തിന് വേണ്ടി എല്ലാം ഇളക്കിയിടും. അതിലാണോ വീടാണെന്ന് അവർ നോക്കില്ല. അവർ ഒഴുകി പോകാൻ വേണ്ടി എല്ലാം ഇളക്കി കെട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഭൂമിയിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അടിയാണ് തന്നെ പോയിക്കണത്. പണിയുടെ അപാകതയാണെന്നുണ്ടെങ്കിൽ ഈ പണിതേക്കണം മറിഞ്ഞു വീഴും. ഇതിപ്പോൾ അടി തള്ളി പോയിട്ട് ഇരുന്നേക്കണാണ്. 250ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കി വൈദ്യുതി പോസ്റ്റും അതോടൊപ്പം തന്നെ കുടിവെള്ള പൈപ്പും തകർന്നിട്ടുണ്ട്. അത് ശരിയാക്കാനുള്ള നടപടികൾ ഇപ്പോൾ എന്തായാലും വൈദ്യുതി വകുപ്പും കൂടാതെ വാട്ടർ അതോറിറ്റിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഇത്തരത്തിൽ ഈ മണ്ണിവിടെ ഇടിഞ്ഞു താഴുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശക്തമായ മഴ വീണ്ടും അനുഭവപ്പെട്ടാൽ ഈ പള്ളിയോട് ചേർന്നുള്ള കെട്ടിടം അത് കൂടുതൽ അപകടാവസ്ഥയിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. അത് ഒരുപക്ഷെ നിലംപതിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നൊരു ആവശ്യമാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. നിഖിൽ നിളയോടൊപ്പം നിതിൻ അംബുജൻ, 24.